വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഞാൻ ഈ അടുക്കളയിൽ നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, ഇന്നത്തെ നമ്മുടെ ഒരു റെസിപ്പി വീഡിയോ ആണ്. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഒരു സൗത്ത് ഇന്ത്യൻ ഡിഷാണ്. നമ്മൾ കേരളത്തിൽ അങ്ങനെ ഉണ്ടാക്കുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ തമിഴ്നാട്ടിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് അത്യാവശ്യം ഫേമസ് ആണ്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തൈര് സാദം അല്ലെങ്കിൽ കേർഡ് റൈസ്. സത്യം പറഞ്ഞാൽ ഇത് ഉണ്ടാക്കാൻ നമുക്ക് ഒരുപാട് ടൈമൊന്നും വേണ്ട. എനിക്ക് തോന്നുന്നു ഒരു 5 മിനിറ്റ് ഉണ്ടാക്കാം അല്ലേ അമ്മ? ഒരു 5 മിനിറ്റ്. കാരണം നമ്മൾ അരി നേരത്തെ വേവിച്ച് വെക്കണം. പിന്നെ നമുക്ക് അത് ജസ്റ്റ് ആ മിക്സും എല്ലാം ചൂടാക്കി ഇടുന്നതൊക്കെ ഉള്ളൂ കാണിക്കാനുള്ളത്. അപ്പം നമുക്ക് വേഗം തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷ്. അപ്പം നിങ്ങളെല്ലാം ഈ ട്രൈ ചെയ്യണം. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇതൊരു സിമ്പിൾ റെസിപ്പിയാണ്. അപ്പം ഞാൻ ഇത് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ ഒരു അരി അങ്ങനെ വേവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളും കൂടി ഈ വീഡിയോ കണ്ടുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യാം. നമ്മൾ വീട്ടിൽ ചോറ് വയ്ക്കാൻ ഉപയോഗിക്കുന്ന അരി ഈ കേർഡ് റൈസിന് ഉപയോഗിക്കാം. നമ്മളിവിടെ ഇന്ന് ഉപയോഗിച്ചിരിക്കുന്നത് പൊന്നി അരിയാണ്. നമുക്ക് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് പൊന്നി അരി ഇല്ലെങ്കിൽ ബസ്മതി റൈസ് ആണ്. അപ്പോൾ നമ്മളിവിടെ എടുത്തേക്കുന്നത് പൊന്നി അരിയാണ്. അപ്പോൾ പൊന്നി അരി ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തൈര് ഒഴിച്ച്, അധികം പുളിപ്പില്ലാത്ത കട്ട തൈര്. ഇതിപ്പോൾ ഞാനാണെങ്കിൽ ഇവിടെ ഇപ്പോൾ നമുക്കൊരു 3 കപ്പ്, ഇതിനൊരു 3 കപ്പ് ഇത് റൈസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു 1.5 കപ്പ് കട്ട തൈര് ആദ്യം ഒഴിച്ച് നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനോടൊപ്പം തന്നെ അതിനാവശ്യമുള്ള ഉപ്പും കൂടി ഇടണം. ആദ്യം ഈ റൈസിൽ ഉപ്പിട്ടാണ് നമ്മൾ വേവിക്കുന്നത്. പിന്നെ ഈ കേടിനകത്ത് ആവശ്യത്തിന് ഉപ്പിട്ട് വീണ്ടും നമുക്കിത് മിക്സ് ചെയ്തെടുക്കണം നല്ലതുപോലെ. ഉപ്പിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഒന്നര കപ്പ് തൈര് വെച്ച് റൈസ് തൈരുമായിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്യുക. ഗൈസ്, അപ്പം നമുക്ക് അതിലേക്ക് കടുക് താളിച്ച് ഒഴിക്കണം. നമുക്ക് അതിലോട്ട് പോവാം. കടുക് ഒരു 3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു 1 സ്പൂൺ കടുക് ഇട്ടിട്ടുണ്ട്. കടുക് പൊട്ടി തുടങ്ങി. ഇതിലേക്ക് ഒരു 3 പച്ചമുളക് ഇടേണ്ടതാണ്. പക്ഷെ ഇവിടെ പച്ചമുളക് തീർന്നു പോയതുകൊണ്ട് ഞങ്ങൾ പച്ചമുളക് വെച്ചത് അഡ്ജസ്റ്റ് ചെയ്യുന്നു. കടുക് പൊട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കതിലേക്ക് ഉഴുന്ന് പരിപ്പ്, ഒരു സ്പൂൺ ഉഴുന്ന് പരിപ്പ് കഴുകി ഒരു 3/4 സ്പൂൺ കടലപ്പരിപ്പ്, കടുവറ ഉപ്പ് ഇത്രയും ഗ്രീൻ ചില്ലി, കടുവറ മറ്റേ ഉഴുന്നരിപ്പിൻ്റെ കടലപ്പരിപ്പിൻ്റെയൊക്കെ നിറം ഒന്ന് ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ അതൊന്ന് ചൂടാക്കണം. അത് ഏകദേശമായി വരുന്നുണ്ട്. അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് നോക്കി വെച്ചേക്കുന്ന ഇഞ്ചി, നല്ല മണമുണ്ട് കേട്ടോ. എന്തോന്നാ പച്ചമുളകിൻ്റെ ആ മണം ശുദ്ധമായ കറിവേപ്പില എടുത്തു പറയാൻ കാരണം ഇത് നമ്മുടെ വീട്ടിലെ തന്നെ കറിവേപ്പില, അതാ അമ്മ അങ്ങനെ എടുത്തു പറഞ്ഞത്. കടലപ്പരിപ്പും കളർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കും. നമുക്കത് ആ ചൂടോടെ തന്നെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ചിലർ ഗീ ഉപയോഗിച്ചാണ്, നമ്മൾ ഗീയിലാണ് ചിലർ ഇത് കടുക് വറുക്കുന്നത്. പക്ഷെ നമ്മളിവിടെ എണ്ണ എടുത്തത്, നമ്മൾ കോക്കനട്ട് ഓയിൽ എടുത്തത്. കടുക് വറുത്തത് ഇട്ടിട്ടേ മിക്സ് ചെയ്ത് ഇനി നമുക്ക് ഇതിലേക്ക് മല്ലിയില ഇടാം.
ഇപ്പം ഈ മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ അത് ഓപ്ഷനല്ല, നമുക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. നമുക്ക് ഇവിടെ എല്ലാവർക്കും ആ മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടം, അതുകൊണ്ട് നമുക്ക് മല്ലിയിലയും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇത് മല്ലിയെല്ലാം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് വേഗം തന്നെ, നമുക്ക് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇത്. നമ്മുടെ ആ തൈര് സാധം പ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാനാണെങ്കിൽ എന്താ ചമ്മന്തി, എന്താ പിക്കിൾ, പിന്നെ വേണമെങ്കിൽ പപ്പടം ചുട്ടെടുത്തിട്ട് അതും ഇതിൻ്റെ കൂടെ കഴിക്കാം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈഡ് ഡിഷ് ഇതിൻ്റെ കൂടെ കൂട്ടാം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ പോംഗ്രനേറ്റും കൂടെ ഇടാം, കാരണം ഒരു ഭംഗിക്ക് വേണ്ടി, ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി. ഇടയ്ക്ക് റെഡ് കളർ ഇങ്ങനെ കാണുമ്പോൾ ഒരു ഭംഗിയില്ല, അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ ലാസ്റ്റ് പോംഗ്രനേറ്റും കൂടെ ഇട്ട് സെർവ് ചെയ്യാം. നമുക്ക് കരിച്ചു നോക്കാം. ആദ്യം കുറച്ച് ചമ്മന്തി എടുക്കാം. കുറച്ച് ഇത് നാരങ്ങ കേട്ടോ. അടിപൊളി എന്നുവെച്ചാൽ തൈരിൻ്റെ, എനിക്ക് പൊതുവെ തൈര് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കഴിക്കാൻ. അപ്പോൾ തൈരും പിന്നെ നമ്മൾ ആ കടുവറുത്തിട്ടില്ലേ അതിൻ്റെ ഒരു ഫ്ലേവറും പിന്നെ ചമ്മന്തിയും നല്ല അടിപൊളിയായിട്ടുണ്ട്. കാരണം എന്തുവാ, നമ്മൾ ഇവിടെ കല്ലിലരച്ച ചമ്മന്തി ചെയ്ത്, അപ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റും അച്ചാറും എല്ലാം കൂടെ ആ ഒരു കോമ്പിനേഷൻ നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ ഞാൻ ഇത് കഴിച്ചിട്ട് വരാം. ചോദിക്കാം, എങ്ങനെയുണ്ട്? സൂപ്പറാണോ ഗൈസ്? അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇത് ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പി അല്ലേ, നമുക്ക് എത്ര സമയം വേഗം തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ സിമ്പിളായിട്ട്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം, എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റിൽ പറയണം. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഇനിയും പുതിയ വീഡിയോസ് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ.